ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് വെച്ചാൽ നമുക്ക് ന്യൂ ഇയർ, അതായത് ജനുവരി 1 സ്കൂളിലന്നാണ് ഞങ്ങൾ സ്കൂളിൽ സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അച്ഛനെ പുറത്ത് പോയി വന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ കളർ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ സാധാരണ ന്യൂ ഇയറിനും ക്രിസ്മസിനും ഞങ്ങൾ സ്കൂളിൽ കളർ ഡ്രസ്സ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഭയങ്കര റെയറായിട്ടില്ല നമ്മൾ സ്കൂളിലേക്ക് കളർ ഡ്രസ്സൊക്കെ ഇടുക. അപ്പം അതുകൊണ്ട് അങ്ങനെ അപ്പം ന്യൂ ഇയറിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ അമ്മയും കൂടെ. അച്ഛ ഗേറ്റ് അടയ്ക്കണ്ട തുറന്നു. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ എൻ്റെ സ്ഥിരം മഞ്ഞ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അമ്മ അകത്തുനിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും റെഡി ആയി നിൽക്കുന്നതാണ് ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പച്ച ടോപ്പാണ് ഇട്ടത്. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതന്ന് ഞാനൊരു വാട്ടയോർഡർ വേഴ്സസ് വാട്ടയോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് രസം ഉണ്ടാകുന്നില്ലല്ലോ, അന്നിട്ട് രസം ഉണ്ടാകുന്നില്ല. ഇത് കുറച്ച് ഷേപ്പാക്കി പിന്നെ ഉള്ളിൽ ഇങ്ങനത്തെ ലെഗിങ്സ് ഇട്ടു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൃത്തിയില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. എനിക്കിഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് എന്നെ. അപ്പോൾ പിന്നെന്താ, നമ്മൾ മീഷോന്ന് വാങ്ങിയത് തന്നെ ചെരുപ്പാണ് ഇടുന്നത് ഗൈസ്. ഇത് ആദ്യമൊക്കെ അകത്താണ് സൂക്ഷിച്ചിരുന്നത്. പിന്നെ ഇട്ട് ഇത് ഉണ്ണിയുടെ ഇടാൻ തുടങ്ങി. എൻ്റെ ഈ ചെരുപ്പ് ഉണ്ണിയുടെ ഇടാണെങ്കിൽ ശരിക്കും ഇതൊക്കെ ടൈറ്റ് ആയിട്ടോ. അപ്പം അതുകൊണ്ട് ഉണ്ണികൾക്ക് ഇത് ഫിറ്റാണ്. അപ്പം അതുകൊണ്ട് അവരിടും. ഞങ്ങൾ 4 പേർക്കും ഇടാം ഇത് സത്യത്തിലല്ലേ. എനിക്ക് നേഴ്സ് എന്തെങ്കിലും അമ്മയ്ക്കിടാം. എൻ്റെ എല്ലാ ചെരുപ്പും ഉണ്ണികൾക്ക് ഇടാൻ പറ്റില്ല. ഈ ചെരുപ്പ് ചെറുതായിരുന്നു കൊള്ളുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം. കൂടുതൽ ഉറപ്പിക്കണ്ട. ബൈ. അപ്പം നമ്മൾ ചാവക്കാടിലെ ജലീൽ സ്റ്റോഴ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്ക സമയത്ത് അവിടെ തന്നെയാണ് നമ്മൾ ക്രിസ്മസിന് ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ബഡ്ജറ്റിനകത്തുള്ളത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല അടിപൊളി ഗിഫ്റ്റുകളുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ട് ഗിഫ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു കപ്പിലുള്ള സംഭവമൊക്കെ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമുക്കറിയില്ലല്ലോ അവിടുന്ന് ആരെയാ നമുക്ക് കിട്ടുകയെന്ന് അറിയണ്ടാവില്ല. അത് ഓൺ ദ സ്പോട്ടിൽ നമ്മളിങ്ങനെ ചീട്ടിട്ട് എടുക്കുകയാണ് ചെയ്യാം. എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് നേരത്തെ അറിയില്ല. അപ്പോൾ നേരത്തെ അറിയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനാണ് കിട്ടുന്നെങ്കിൽ അവർക്കനുസരിച്ച് വാങ്ങാമെന്ന്. കുറച്ചുകൂടെ എന്താ പറയുക, അത് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ നമുക്ക് അറിയില്ല ആരെയും കിട്ടാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പം നെർസറി നീലുണിയിൽ കുഞ്ഞി പോട്ടാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നല്ല വില ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാങ്ങരുതെന്ന് പ്രത്യേകം സ്കൂളിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പറ്റില്ല, ചിലപ്പോൾ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ആ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിപ്പോവും. അപ്പോൾ അത് നോക്കി. പിന്നെ കുറേ സംഭവങ്ങളാണ്. കുഞ്ഞുഞ്ഞി ലാമ്പ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കളുടെ സെക്ഷനിലോട്ട് പോയില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനത്തെ. പിന്നെ എനിക്ക് പോട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ പോട്ടൊക്കെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് കിട്ടുന്നത് വല്ല ബോയ്സിനെ ആണെങ്കിൽ അവർക്ക് ഈ പോട്ടൊന്നും കൊടുത്ത് വലിയ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളല്ല. അപ്പോൾ ബോയ്സ് ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ കുറച്ച് ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് വേണ്ട എടുക്കണമെങ്കിൽ, കാരണം നമുക്ക് അറിയില്ലല്ലോ ആരെയും കിട്ടാൻ. അതുകൊണ്ടാണ്. പിന്നെ അകത്തേക്ക് കയറിയിട്ട് വേറെ കൊടുക്കാൻ പറ്റിയ സംഭവം ഒന്നും ഉണ്ടാവില്ല. വേണമെങ്കിൽ പെണ്ണ് അങ്ങനെ കുറേ സംഭവങ്ങളായിട്ട് അങ്ങനെ കൊടുക്കാം. പക്ഷെ അങ്ങനെ നീ എടുത്തില്ല കേട്ടോ. ഇതെന്തോ അമ്മ പറഞ്ഞതായിരുന്നു കേട്ടോ, ആരെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. അപ്പം ഞാനത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് അതാണ് അത് കൊടുക്കാനോ വിചാരിച്ചിട്ടുണ്ട്. അതേതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല. കാരണം ഇനിയിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന ആളെങ്ങാനും അപ്രതീക്ഷിതമായി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ലല്ലോ ആരെ കൊടുക്കുന്ന ആളെന്നൊന്നും. അപ്പോൾ ആ ഗിഫ്റ്റ് സസ്പെൻസ് പോകും. പിന്നെ ഈ സാധനം ഞാൻ കണ്ടു കേട്ടോ. ഇത് ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിയറിൻ്റെ ബോട്ടലിൽ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് മറ്റേ വൈൻ്റെ ഗ്ലാസ്സിലായിട്ട് വെള്ളം. അത് പുറത്തേക്ക് പോയില്ല, കുറേ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു 20 രൂപ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കളനോട്ടാണ്, വെറുതെ കളിക്കുന്ന സംഭവമാണ് കേട്ടോ.
പെട്ടെന്ന് കണ്ടപ്പോൾ ശരിക്കുള്ള നോട്ടാ വിചാരിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി അത് വെറുതെ ഡ്യൂപ്ലിക്കേറ്റ് മറ്റേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി എടുക്കില്ല ആ സംഭവമായിരുന്നു. പിന്നെ ഇപ്പോഴും കുറേ ഗാർലൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിഷുവേ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ന്യൂ ഇയറിൻ്റെ ഐറ്റംസും എല്ലാതും ഉണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഗാർലൻഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വാങ്ങാമല്ലോ. പിന്നെ കാർഡ്സ് നോക്കി, അത് എനിക്കല്ല, അത് ഉണ്ണികൾക്ക് ടീച്ചർമാർക്ക് കൊടുക്കാൻ, അവർക്ക് ഇഷ്ടപ്പെട്ട 2-3 ടീച്ചർമാരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാനും പിന്നെ ക്ലാസ് ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ കാർഡൊക്കെ വളരെ കുറവാണ് വരുന്നത്. ഇപ്പോൾ എല്ലാവരും കാർഡ് കൊടുക്കൽ വളരെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇങ്ങനെ കുറേ നോക്കി, എന്നിട്ട് ഉണ്ണികൾക്ക് പറ്റിയ ഒരു കാർഡ് ഞങ്ങൾ കണ്ടെത്തിയെടുത്തു. അപ്പോൾ ടീച്ചർക്കുള്ളാകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട് എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവാം. പിന്നെ ഈ 2 പോട്ടാണ് ഉണ്ണികൾക്ക് എടുത്തത് കേട്ടോ. അത് ഭയങ്കര ക്യൂട്ടുണ്ട്. ഇവർ 5ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഈക്വലായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തു. പിന്നെ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് റിബണൊക്കെ കെട്ടി ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇവിടെ ജെല്ലി സോസിലെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. A to Z സാധനങ്ങൾ കിട്ടും. ഫാൻസി ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും എല്ലാതും കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടാണ് വരാറുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ അങ്കിളിനൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കമ്പനിയാണ് നമ്മൾ. എല്ലാ പ്രാവശ്യം വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് ഇവിടേക്ക് വന്നിട്ട് തോന്നുന്നുണ്ട് വീഡിയോ കണ്ടിട്ട്. പിന്നെന്താ, പിന്നെ മറ്റേ ഫാൻസി ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തന്നെയാണ് മിക്കപ്പോഴും നമ്മൾ ഫാൻസി ഒക്കെ വാങ്ങാൻ വേണ്ടി വരാറ്. ഇപ്രാവശ്യം പോയപ്പോൾ വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഒന്നും വാങ്ങിയില്ല. പിന്നെ നല്ല അടിപൊളി കീ ചെയിൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എന്താ പറയുക, കോൾ ചെയ്യുന്ന ടൈപ്പ് ഫോണിൻ്റെ കീ ചെയിൻ അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ നമ്മളെല്ലാതും കൂടെ വാരിക്കൂട്ടാൻ നിന്നില്ല. ഇവിടെ വന്നാൽ ഞാൻ അങ്ങനെ വാരിക്കൂട്ടും, വേണമെങ്കിൽ വാരിക്കൂട്ടും, പക്ഷേ ചെയ്തില്ല. പിന്നെ അവിടുത്തെ ഒരു ചാറ്റ് ഞങ്ങളെ കണ്ടു, കാണിച്ചോട്ടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനെന്താ കാണിച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം കേട്ടോ, വന്ന് പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ അവർ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഒക്കെ കാണിച്ച് പോസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എവിടേക്കും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് വീട്ടിലെത്തി ഗൈസ് കണ്ണടയുടെ മുമ്പിൽ വെച്ചിട്ട് കുറച്ച് എന്നെ ഷോ ഇറക്കിയതാണ് ഞാൻ തന്നെ. അപ്പം ഞെറിച്ച് എന്തോ അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് മമ്മ വരുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഋതുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അവൾ മാമനോട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എടുത്തതാണ്. ഇതിങ്ങനെ സവർ പാച്ചസ് പോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനൊരു എന്താ പറയുക, ഒരു സ്ട്രിപ്പ് പോലത്തെ സംഭവം. അതും നല്ല പുളി ഉണ്ടാവും. അത് കഴിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പല തരത്തിലുള്ള ആക്ഷൻസ് വരുന്നുണ്ട്. എൻ്റെ മുഖത്ത് ഇങ്ങനെ പുളി ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഋതുവിന് കഴിച്ചപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ചിപ്സ് ഉണ്ടായിരുന്നു, ബ്യൂഗിൾസോ അങ്ങനെ എന്തോ ആണെന്ന് പ്രൊണൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല. നല്ല ചിപ്സായിരുന്നു. അത് മറ്റേ ചില്ലി ഫ്ലേവർ എന്തോ ആയിരുന്നു. അതും ഋതു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഋതു മാമൻ്റെ അവിടെ നിന്ന് വരാൻ വേണ്ടി വെച്ചെടുക്കായിരുന്നു. ഈ 2 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നുകൊണ്ട് അവൾക്ക് കൊടുത്തായിരുന്നു. പിന്നെ ഇത് അമ്മ അവിടെ നിന്ന് വന്ന് കൈയിട്ട് പോകുന്നുണ്ട് ഗായ്സ്. ഞാനത് കുറച്ചേ കഴിച്ചോളാം, ഞാൻ അധികം കഴിച്ചില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ബ്രീഫാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു ഗിഫ്റ്റാണ്. എൻ്റെ ഗിഫ്റ്റ് ഞാൻ പറയില്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ന്യൂ ഇയറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ന്യൂ ഇയർ ഫ്രണ്ടിന്. അതാരാന്നറിയില്ല, നമുക്ക് കണ്ടെത്തിയെടുക്കണം, അവിടെ നിന്നാണ് കിട്ടുക. പിന്നെ ഇത് ഉണ്ണിയാളുടെ 2 പാക്കറ്റും. അത് ഇങ്ങനെ പൊതിഞ്ഞു വന്നപ്പോൾ വലുതായതാണ്ട് വരണം. ഇത് രണ്ടും സെയിം പോലത്തെ സംഭവമാണ്. പിന്നെ ഇത് ഋതുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കാർഡ് എടുത്തോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കാർഡ് എടുത്താണ് ഋതുവിൻ്റെ കുറച്ച് എന്തൊക്കെ ഞങ്ങൾ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ ഇതാണ് ഉണ്ണികൾ എടുത്തത് കേട്ടോ, ടീച്ചർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. മേരി ക്രിസ്മസ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ന്യൂ ഇയറിൻ്റെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതാണ് എടുത്തത്. അപ്പോൾ ഇത് ഒരു ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഡിയർ ടീച്ചർ ന്യൂ ഇയർ ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്, ഇത് കറക്റ്റ് ന്യൂ ഇയറിൻ്റെ ടീച്ചർ എന്നൊക്കെ എഴുതിയിട്ട് കിട്ടിയിട്ട് കറക്റ്റ് സംഭവം കിട്ടി. അപ്പോൾ അത് ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് അടുത്ത ടീച്ചറിന് കൊടുക്കാൻ. പിന്നെ ഒരെണ്ണം ക്ലാസ് ടീച്ചറിന് കൊടുക്കാനാണ് തോന്നുന്നുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ക്ലാസ് ടീച്ചറിന് തന്നെയാണ് തോന്നുന്നുണ്ട്. അതവിടെ പാക്കറ്റിലാക്കി എടുത്ത് വെച്ചെടുക്കുക. പിന്നെ ഈ ഒരു ഡയറി അവിടുത്തെ മാനേജർ, അവിടുത്തെ അങ്കിൾ തന്നാണ് കേട്ടോ. അപ്പോൾ ആൾ എന്താ പറയുക, യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതല്ലേ, ഇത് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് തന്നായിരുന്നു ഈ ഡയറി. പിന്നെ കുറേ കാർഡുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ. ഇത് ഉണ്ണികളുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എന്തോ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു 7 എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 4 ഫ്രണ്ട്സാണ് ഉള്ളത്, അവരൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ ബാക്കി 3 ബാക്കി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് കൊടുക്കാൻ ഉറപ്പില്ല. പിന്നെ ഇത് ഉള്ളിലിങ്ങനെ ലൈറ്റ് കത്തുന്ന ടൈപ്പാട്ടോ, പക്ഷേ എല്ലാതും ലൈറ്റൊന്നും കത്തുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഉണ്ണികളിത് അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ, കാരണം ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെന്താ, ഋതു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവർ എഴുതുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നീലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സൂപ്പർ ബൈ.